എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ധന്യനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സംഖ്യാപുസ്തകം അതിൻ്റെ 10-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം ഞാൻ പറയുന്നു, നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളം ഊതണം. എന്നാൽ യഹോവയായ ദൈവം നിങ്ങളെ ഓർത്ത് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ദേശത്ത് ഞെരുക്കുന്ന ഒരു ശത്രുവുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം, ദേശത്ത് ഞെരുക്കുന്ന ശത്രു ഉണ്ടെങ്കിൽ അതിന് എതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതായി തീരുന്ന ദൈവവൈതൽ. ആരാണ് നമ്മുടെ ദേശത്ത് ഞെരുക്കുന്ന ശത്രുക്കൾ? 91 സങ്കീർത്തനം 5-ാം വാക്യം പറയുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നമ്മുടെ ദേശത്ത് നമ്മൾ ഞെരുക്കുന്ന ശത്രു ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ഇതോളൂ. 1, രാത്രിയിലെ ഭയം. 2, പകൽ പറക്കുന്ന അസ്ത്രം. 3, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി. 4, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. അതുകൊണ്ട് വചനം പറയുന്നു, അത് 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അത്യുന്നതന്റെ മറവിലാണെങ്കിൽ ഒരു ശക്തിയും ഒരു ശത്രുവും നിന്നെ തുറത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഏത് പ്രതിസന്ധി കടന്നു വന്നാലും അതിനെതിരെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ആ അത്യുന്നതന്റെ മറവിൽ നമ്മൾ അയക്കുന്നുവെങ്കിൽ ഒരു ശത്രുവും നിന്നെ തുറത്തില്ല. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.